കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസംഗമം സംഘടിപ്പിച്ച ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സാംസ്കാരിക നേതാക്കളും പൊതുജനങ്ങളും പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മേഘന, സമരം കൂടുതൽ ശക്തമാക്കാൻ ആശമാർ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമാണല്ലോ ഈ പൗരസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരുടെ കൂടി പിന്തുണയോടുകൂടി സമരം ശക്തിപ്പെടുമ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോൾ നടക്കുന്നത്? ആശമാരുടെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ് മേഘന? ചെയ്യണം, അങ്ങനെ നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കൽ പരിപാടി അവസാനിപ്പിക്കാം. ഇന്ന് ആശാസമരം 62-ാം ദിവസമാണ്, നിരാഹാരം 24-ാം ദിവസമാണ്. നമ്മൾ ഇവരോട് ഓരോ സമയവും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ പിന്നോട്ടില്ല, അവർ അവരുടെ സമര ശക്തി കൂട്ടി വരുമെന്നുള്ളതാണ്. അതിന്റെ ഒരു നേർ അടയാളം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ആയിരക്കണക്കിനോളം വരുന്ന ആളുകൾ. അത് ഈ പൗരസംഗമത്തിൽ ഇന്ന് രാവിലെ 10:30 തീരുമാനിച്ച പൗരസംഗമത്തിൽ അവർ നേരത്തെ തന്നെ വലിയ തരത്തിലൊരു പദ്ധതി ഇടുകയും അത് കുടുംബങ്ങളടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളടക്കമുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരടക്കം ഇതിൽ പങ്കെടുക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു നേർസാക്ഷി, അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം അത് അവരുടെ സമരം ശക്തിപ്പെടുന്നു എന്ന് ദിവസമേ പറയുന്നതിന്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആയിരങ്ങൾ. ഇപ്പോൾ അവർ ഇവിടെ പ്രതിജ്ഞ ചൊല്ലുകയാണ്. അതായത് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ ഇവർ ഇവിടെ വന്നിട്ടുള്ള പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പലവിധം ആളുകളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അവരോട് പറയുമ്പോൾ അവർ കൃത്യമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഡിമാൻഡുകൾ, അത് 3 ഡിമാൻഡുകളാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക. ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നതുവരെ അവർ പിന്നോട്ട് പോകില്ല. പുതിയ സമര പരിപാടികളുമായി, പുതിയ സമരമാർഗങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ്. അതിന്റെ ഒരു നേർസാക്ഷ്യം കൂടി ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉണ്ടാകും എന്ന കാര്യം നിസ്സംശയം പറയാം. ഇന്ന് സംഘടിപ്പിക്കുന്ന പൗരസംഗമത്തിൽ നിരവധിയായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ആശാ വർക്കർമാർ, അവരുടെ കുടുംബങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ഇന്നിവർ ഇവിടെ എത്തിയിട്ടുള്ള, പ്രധാനമായും അതിഥികളായി എത്തിയിട്ടുള്ള എഴുത്തുകാരി ഖദീജ മുംതാസ് ഉണ്ട്, അതുപോലെ തന്നെ ജോസഫ് സി മാത്യു ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. നമുക്ക് ഇവരുടെ പ്രതിജ്ഞയിലേക്ക് തന്നെ പോകാം. അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ ചൊല്ലുന്നു. സംസ്ഥാനത്തെ പണിയെടുക്കുന്ന എണ്ണമറ്റ തൊഴിലാളികളുടെ ആശാ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ ആശാ സമരഭൂമി. മേഘന, ആശമാരുടെ സമരത്തെ കുറിച്ച് വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നത് ചില ആളുകൾ, ചില സംഘടനകൾ, ചില തൽപര കക്ഷികൾ ബോധപൂർവം CPM-നെതിരെ നീക്കം നടത്തുന്നതിന്റെ ഭാഗമായി ഇവരെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇരുത്തിയിരിക്കുന്നു എന്നാണല്ലോ. അതിനുള്ള മറുപടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായും സാംസ്കാരിക പ്രവർത്തകരെ കൂടി അണിനിരത്തിയുള്ള ഈ പൗരസംഗമം. ഇതിനെക്കുറിച്ച് സമരസമിതി നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞു? ജയാപജയങ്ങളാണ്. ഒരു ജനാധിപത്യ സർക്കാർ പ്രധാനമായും ഈ പൗരസാഗരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അത് നേരിട്ടെത്താൻ പറ്റാത്തത് കവിയായിട്ടുള്ള K സച്ചിദാനന്ദൻ, അതുപോലെ തന്നെ ജോസഫ് സി മാത്യു അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർ, എഴുത്തുകാരി ഖദീജ മുംതാസ്, ഇങ്ങനെ പ്രധാനപ്പെട്ട പല അതിഥികൾ പൗരസംഗമത്തിൽ എത്തുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ആളുകളും പൗരസംഗമത്തിൽ എത്തിയിരുന്നു. അതിൽ പ്രധാനമായും സർക്കാരിനെതിരെ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ കൃത്യമായും പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഒരു സമരം എന്ന് തന്നെയായിരുന്നു ഈ ആശാപ്രവർത്തകർ ഈ കാലങ്ങളടക്കം നേരിട്ട പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ള അതിഥികൾ പലരും പറയുന്നത് അത് സർക്കാർ ഇത് പരിഗണിക്കണം. ഇപ്പോൾ K സച്ചിദാനന്ദൻ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത് ഒരു ഓഡിയോ സന്ദേശമായാണ് അദ്ദേഹം ഇവിടെ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. അതിനടക്കം ഇടതുപക്ഷ സർക്കാരിനെ, മുഖ്യമന്ത്രിയെ വലിയ തരത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളാണ് K സച്ചിദാനന്ദൻ അടക്കമുള്ളവർ നടക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ആശാ സമരത്തെ കാണാൻ സർക്കാരിന് കഴിയണം, അത് വലിയ മുതലാളിത്ത സമരം പോലെ ആശാപ്രവർത്തകരോട് പെരുമാറരുത്, മറിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ പ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുകയാണ്. വലിയൊരു ആക്ഷേപം ഒരു ഭാഗത്ത് CPM അനുകൂല സംഘടനകളിൽ നിന്ന്, CPM നേതാക്കളിൽ നിന്നൊക്കെ ആശമാരുടെ സമരത്തിന് നേരെ ഉയർന്നു വന്നത് ഇത് സംഘടിപ്പിക്കപ്പെട്ടതാണ്, ഇതിന് പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങളുണ്ട്, അതിലെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെയായിരുന്നു. അങ്ങനെയല്ല, ഇതിൽ സാംസ്കാരിക പ്രവർത്തകരുടെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെയും ഒക്കെ പിന്തുണ ഈ സമരത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയായി ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ഈ പൗരസാഗരം മാറാൻ പോകുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ കൂടി ഈ സമരത്തിന് അണിനിരക്കുകയും അവർ ഐക്യദാർഢ്യപ്പെടുകയും ചെയ്തതോടുകൂടി ആശമാരുടെ സമരം കുറെ കൂടി കനപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ പോകുന്നു എന്നാണ് മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.